SBA പ്രിലിംസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ആങ്ഷ്യസ് ആയിട്ടിരിക്കുവാണോ അതോ ഹാപ്പി ആയിട്ടിരിക്കുവാണോ? കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തോ? എങ്ങനെയാണ് നിങ്ങളുടെ കറൻറ്റ് മൂഡ്? ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ SBA പ്രിലിംസിൻ്റെ എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ട്. 2nd, 4th ആൻഡ് 5th ആണ് എക്സാം ഉള്ളത്. നിങ്ങളുടെ എക്സാം ഡേറ്റ്സ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. എന്നൊക്കെയാണ് എല്ലാവർക്കും എക്സാംസ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. എൻ്റെ എക്സാം എന്ന് പറയുന്നത് 4th 2nd ഷിഫ്റ്റാണ്. 10:30 ആയിരിക്കും എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. നിങ്ങളുടെ എക്സാം ഡേറ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ. എന്താണ് എല്ലാവരും നല്ല ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു മൂഡിലായിരിക്കും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എക്സാം ലെവൽ എങ്ങനെ ആയിരിക്കും, മോക്സ് ചെയ്തിട്ടൊന്നും മാർക്സ് കൂടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, പ്രിലിംസ് പാടായിരിക്കുമോ, എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല പല ടെൻഷൻസ് ആയിരിക്കും ഓരോ ആസ്പിറൻസിൻ്റെ മനസ്സിലും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ളവർ മസ്റ്റായിട്ടും ഈ വീഡിയോ വാച്ച് ചെയ്യണം. എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ SBA POയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഏറെക്കുറെ 90% കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണല്ലേ. ഇനിയും നമ്മൾ കൂടുതലൊന്നും പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. പഠിച്ചതിനെയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുക. അത് ഇപ്പോൾ നമ്മളുടെ എക്സാംസ് എന്ന് പറയുന്നത് PSC പോലെ ഒന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും അങ്ങനെയുള്ള റീകോൾ ചെയ്യാനുള്ള ഒന്നുമില്ല. ദെൻ എന്തെങ്കിലും ഫോമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ. ഈ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ്, ക്വാൻസ് ആൻഡ് റീസണിങ്ങിന് എങ്ങനെ വേണം പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനെന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊന്ന് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, എങ്ങനെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്താലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും, ഇപ്പോൾ ഇംഗ്ലീഷിൽ 40 ക്വസ്റ്റ്യൻസും റീസണിങ്ങിൽ 30 ക്വസ്റ്റ്യൻസും ക്വാൻസിൽ 30 ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ടും കണ്ടിരിക്കണം. ഓക്കെ. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു 2 to 3 സെക്കൻഡ്സ് എടുത്ത് മൊത്തം വായിച്ച് നോക്കിയതിന് ശേഷം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, ഞാൻ ആ പോയിന്റ് ഓഫ് ടൈമിൽ അത് എടുക്കേണ്ടതാണോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് ജമ്പ് ചെയ്യാൻ. കാരണം ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എക്സാംസിനുള്ളത്. ആ ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് തോന്നുവാണെങ്കിൽ ദെൻ നമ്മളുടെ ആ ഒരു പേപ്പറെ മൊത്തത്തിൽ വേസ്റ്റ് ആയി പോകും. കാരണം നമുക്ക് ആ ഒരു ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സും കിട്ടുകയില്ല. ഇത് ചെയ്ത് സമയം കളഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ വേറെയുമായിട്ട് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. ഇത് എനിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ആസ്പിറൻസിനൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 2 to 3 സെക്കൻഡ്സ് എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു പോയിന്റിൽ ചെയ്യേണ്ടതാണോ എന്ന് ചിന്തിച്ച് നോക്കുക. ചെയ്യാൻ പറ്റത്തില്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിരിക്കരുത്. അത് മെയിനായിട്ടും റീസണിങ്ങിനാണ് സംഭവിക്കുന്നത്. ഒരു പസിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും എന്ന് കരുതി ഇരുന്ന് നമ്മളുടെ ടൈം വേസ്റ്റ് ആക്കും എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും. എന്ത് ചെയ്യുക, എന്തെങ്കിലും അത് ക്വാൻസിലാണെങ്കിലും ഒരു കാൽക്കുലേഷൻ്റെ ഒരു ഇതാണെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു DI ചെയ്തിട്ട് ഒരു DIക്ക് 5 സെറ്റ് ക്വസ്റ്റ്യൻസ് കാണും. ആ 5 സെറ്റ് ക്വസ്റ്റ്യനും ചെയ്തേ ഞാൻ പോവുകയുള്ളൂ എന്നുള്ള വാശി വേണ്ട. ഏതാണോ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം ആ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ഇപ്പോൾ ആ ഒരു 5 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം എന്താണെങ്കിലും ഒരു കാൽക്കുലേറ്റീവ് DIയിലെ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനെ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ പിന്നെ വന്ന് നോക്കിയാൽ മതി. ദെൻ നമ്മൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇംഗ്ലീഷിൽ ആദ്യം എന്ത് ചെയ്യുക, സ്മോൾ ക്വസ്റ്റ്യൻസ്, അതായത് ഒന്നെങ്കിൽ എറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ വേർഡ് സ്വാപ്പ്, റീഅറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ളത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെയും എന്ത് ചെയ്യുക, ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വേർഡ് സ്വാപ്പ് ഒക്കെ ആണെങ്കിലും ഓപ്ഷനിൽ തന്നിരിക്കുന്ന രീതിയിൽ മാറ്റി നോക്കിയാൽ ആൻസർ കിട്ടുമോ എന്ന് നോക്കുക. ഓക്കെ. ദെൻ ഏറ്റവും ലാസ്റ്റ് വേണം RCയും അതുപോലെ തന്നെ പാരാജമ്പിൾസും ചെയ്യാൻ. പാരാജമ്പിൾസും RCയും അതുപോലെ തന്നെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, അതൊക്കെ നമ്മളുടെ ടൈം വളരെ എടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ RCയിൽ തന്നെ സിനോണിം ആൻഡ് ആൻറ്റോണിം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ഡയറക്റ്റ് ചെയ്യാം. അത് ഈ കൂടെ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് RCയിലെ ലോങ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് പാസേജ് വായിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു RC ചെയ്തതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് വേണം RC നോക്കാൻ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ RC നോക്കാവുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ RC ചെയ്യുമ്പോൾ മൊത്തവും വായിക്കണം എന്നുള്ള ആ ഒരു ശാഠ്യമൊന്നും വേണ്ട. നമുക്ക് essay ഒന്നും എഴുതാനില്ല.
എന്ത് ചെയ്യണം, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ ആ ചോദ്യത്തിനുള്ള കറസ്പോണ്ടിങ് ആൻസർ നമ്മളുടെ പാസേജിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് സ്കിം ചെയ്ത് വേണം വായിച്ചു പോകാൻ, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ ടൈം അവിടെ വേസ്റ്റ് ആകും. സോ ക്വസ്റ്റ്യൻ നോക്കുക, നമ്മളുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ടൈമും നമ്മൾക്ക് കിട്ടും, അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സ്പീഡും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇംഗ്ലീഷിൽ ഒരു 25 to 30 ചെയ്യുന്നതാണ് നല്ലത്. 30 to 35 ചെയ്യാം നമ്മളുടെ ആ ഒരു എക്സാമിൻ്റെ ലെവൽ അനുസരിച്ച്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഫുള്ള് ചെയ്യും, ഞാൻ റീസണിങ് 25+ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള മുൻവിധികൾ കൊണ്ടൊന്നും എക്സാമിന് പോവണ്ട. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആ ടൈമിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഒരു 25 to 30 അല്ലെങ്കിൽ ഒരു 30 to 35 വരെയും ഇംഗ്ലീഷിൽ നെഗറ്റീവ്സ് ഇല്ലാതെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കരുത്, പറ്റുന്നത്രോളം ചെയ്യുക, എന്നാലും ഒരു എയിം ഇത്രയുമായിരിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ക്വാൺസിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആദ്യം നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ, ദെൻ സ്പീഡ് മാത്സിൻ്റെ ഏരിയാസ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, റോങ് നമ്പർ ലാസ്റ്റേ ചെയ്യാവുള്ളൂ, മിസ്സിംഗ് നമ്പർ, ദെൻ ക്വാഡ്രാറ്റിക്. ഇതൊക്കെ SBI POയ്ക്ക് വളരെ റെയറായിട്ട് വരുന്നത്, അതായത് ഒരു 5 മാർക്സിനൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. സോ അതുണ്ട് എങ്കിൽ സിംപ്ലിഫിക്കേഷനും ക്വാഡ്രാറ്റിക്കും ഒക്കെ ഉറപ്പായിട്ടും ചെയ്യണം. മിസ്സിങ്ങും ഈ കൂടെ ചെയ്യാം, ബട്ട് റോങ് ഏറ്റവും ലാസ്റ്റ് വേണം ചെയ്യാൻ, കാരണം റോങ് ടൈം കൺസ്യൂമിങ് ആണ്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് DI ആണ്. ചിലപ്പോൾ ഒരു 2 DI, ഒന്നെങ്കിൽ ഒരു ലീനിയർ അല്ലെങ്കിൽ ഒരു പൈ ചാർട്ടിൻ്റെ ഒരു 2 DI കാണും, അതല്ലെങ്കിൽ ഒരു കേസ്ലെറ്റ്, 3 DI വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അപ്പോൾ എന്ത് ചെയ്യുക, DI എളുപ്പം, ഈ 3 DIസിൽ 2 DI ഉറപ്പായിട്ടും ഡൂവബിൾ ആയിട്ടുള്ളതായിരിക്കും. അതിൽ കേസ്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ടഫായിട്ട് തോന്നുന്നത്. പക്ഷേ കേസ്ലെറ്റ് എന്ന് പറയുന്നത് ഒത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമല്ല. ചിലപ്പോൾ ഈസി വേയിൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ കേസ്ലെറ്റും ആ കൂടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളായിരിക്കും. ഇപ്പോൾ ഈ DI നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എങ്ങനെയാണ്, ഒത്തിരി കാൽക്കുലേഷനുള്ള ഡേറ്റ ആണോ എന്ന് നോക്കുക. കാൽക്കുലേഷൻ കുറവുള്ള ഡേറ്റ ആണെങ്കിൽ അത് ആദ്യം ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു DI ആണെങ്കിൽ അത് ആദ്യം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് 5 ഒരുമിച്ച് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്, ചെയ്യാൻ പറ്റുന്നത്രോളം ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടുന്ന 4 സെറ്റ് ക്വസ്റ്റ്യൻ കാണും, അത് 4 ചെയ്യുക, ഒരെണ്ണം സ്കിപ്പ് ചെയ്തേക്കുക, പിന്നെ വന്ന് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തേക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് DI ആണെങ്കിലും കുറച്ച് കാൽക്കുലേറ്റീവ് ആണെങ്കിൽ അത് പിന്നീടത്തേക്ക് വെച്ചിട്ട് ദെൻ അരിത്തമെറ്റിക് പോർഷൻസിലോട്ട് വരിക. ഓക്കെ, അരിത്തമെറ്റിക് പോർഷൻസ് ഒത്തിരി ടഫായിട്ടല്ലാത്ത റേഷ്യോ ഒക്കെ ആദ്യം ചെയ്യുക. റേഷ്യോ കാണും, ദെൻ പാർട്ട്ണർഷിപ്പ് വരാം, ദെൻ ടൈം ആൻഡ് വർക്ക് വരാം, ബോട്ട് ആൻഡ് സ്ട്രീം വരാം, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വരാം. ഇങ്ങനെയുള്ള ഈസി ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. സോ അരിത്തമെറ്റിക്കിൽ ആ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ വേണം ക്വാൺസ് ചെയ്യാൻ. ദെൻ കമ്മിങ് ടു നമുക്ക് ക്വാൺസിൽ എത്ര എയിം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു 15 to 20 വരെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റീസണിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു ഓവറോൾ ഒരു 65+ മാർക്സ് കിട്ടുന്ന രീതിയിൽ വേണം ഒന്ന് എയിം ചെയ്യാൻ. ദെൻ കാരണം നമുക്ക് കഴിഞ്ഞ വർഷം 61 ആയിരുന്നു. സോ നമ്മൾക്കറിയില്ല എങ്ങനെയാണ് കട്ട് ഓഫ് പോകുന്നതെന്നൊന്നും. എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ഒക്കെ അതുപോലെ തന്നെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എന്നാലും നമ്മളുടെ സേഫ് സ്കോർ ആക്കുവാൻ വേണ്ടിയിട്ട്, കാരണം ഇംഗ്ലീഷൊക്കെ നെഗറ്റീവ്സ് വന്നാൽ മാർക്സ് പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരു 65+ എയിം ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റീസണിങ്ങിൽ വരുമ്പോൾ, റീസണിങ്ങിൽ ആദ്യം എന്ത് ചെയ്യുക, സിലോജിസംസ് കാണും. സിലോജിസംസ് ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്, സാധാരണ സിലോജിസമാണ് ആദ്യം ചെയ്യാറുള്ളത് പേപ്പറിലുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ സിലോജിസം, ദെൻ അതുപോലെ തന്നെ ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സ് ഒക്കെ ഞാൻ ലാസ്റ്റാണ് ചെയ്യാറുള്ളത്. കാരണം ഈക്വാളിറ്റിയും മിസലേനിയസും ഒക്കെ എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പലർക്കും പല ഇതായിരിക്കും. ദെൻ ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് പസിൽസ് ആൻഡ് സീറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾക്ക് മാർക്സ് തരാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഏരിയ ആണ് പസിൽ ആൻഡ് സീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പസിലിൽ തന്നെ ഓക്കെ, ഈ മന്ത് ബേസ്ഡ് പസിലും അതുപോലെ തന്നെ ഡേറ്റ് ബേസ്ഡ് പസിലും അങ്ങനെയുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് കാണും. ഓക്കെ, ഇപ്പോൾ സർക്കുലറിലാണെങ്കിൽ തന്നെ ഇൻസൈഡും ഔട്ട്സൈഡും അറിയത്തില്ല, നമ്പർ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. സം ആർ ഫേസിങ് ഇൻസൈഡ്, സം ആർ ഫേസിങ് ഔട്ട്സൈഡ്, അതുപോലെ തന്നെ സർട്ടൻ നമ്പേഴ്സിൽ സം ആർ ഫേസിങ് നോർത്ത്, സം ആർ ഫേസിങ് സൗത്ത്, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളതൊക്കെ കുറച്ച് ലാസ്റ്റ് ചെയ്യുക. അതിന് മുൻപ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു പാരഗ്രാഫ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ എടുത്ത് മണ്ടത്തരം കാണിക്കരുത്. അതിന് ഒരു 2 സെക്കൻഡേ എടുക്കുകയുള്ളൂ. ആ 2 സെക്കൻഡിനുള്ളിൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കണം. ഓക്കെ, എന്നിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ. ആ ഒരു 2 സെക്കൻഡ് എടുക്കുന്നത് നമ്മളുടെ ആ ഒരു പേപ്പറിനെ തന്നെ സേവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
റീസണിങ്ങിൽ ഒരു 20 to 25 മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഓവറോൾ ഒരു 65+ അറ്റംപ്റ്റ്സ് വരാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മോക്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമുക്ക് വേണ്ട ഒരു കണക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ മോക്ക് ചെയ്യുന്ന കാര്യം ഇനിയിപ്പോൾ സെക്കൻഡ് ഡേയിൽ എക്സാം ഉള്ളവർക്ക് വളരെ കുറഞ്ഞ ടൈം മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് 4th-ലും 5th-ലും ഒക്കെ എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം ടൈം എപ്പോഴാണോ, എക്സാമിൻ്റെ ടൈം എപ്പോഴാണോ, എനിക്ക് 10:30-ക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഞാനൊരു 11 o'clock മോക്ക് ഇപ്പോൾ ഉള്ള ടൈമിൽ ഞാനൊരു 11 o'clock മോക്ക് എടുക്കുന്നത്. ദെൻ ആ ഒരു 11 o'clock മോക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഒരു ടൈമിൽ അലേർട്ട് ആവും. സോ ആ ഒരു ടൈമിൽ അലേർട്ട് ആകുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം ടൈമിലും ആ മോക്ക് ചെയ്യുമ്പോൾ ഒരു എക്സാം ടൈമിൽ എക്സാം ചെയ്യുമ്പോൾ മോക്ക് എടുക്കുന്ന ഒരു ഫീലിങ്ങേ വരികയുള്ളൂ. ഓക്കെ, അത്രയും ലാഘവത്തോടെ, എന്നാൽ ഒത്തിരി, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സീരിയസ് ആയിട്ട് എടുത്ത് ആങ്ഷ്യസ് ആവാതെ ഒരു ലാഘവത്തോടെ നല്ല ഫ്രീ മൈൻഡോടുകൂടി ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈം എപ്പോഴാണോ ആ ടൈമിൽ തന്നെ മോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു എക്സാമിന് കൊടുക്കുന്ന ആ ഒരു 1 hour ഡെഡിക്കേഷൻ തന്നെ ഈ എക്സാമിന് മോക്ക് ചെയ്യുമ്പോഴും കൊടുക്കുക. ഓക്കെ, വേറൊരു ഡിസ്ട്രാക്ഷൻസിന് പോവാതെ, പോസ് ചെയ്യാതെ, അങ്ങനെയൊക്കെ വേണം മോക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ്റെ ആക്ടിവിറ്റി ബൂസ്റ്റ് ആവുകയുള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. ദെൻ ഒത്തിരി ടു മെനി മോക്സ് എടുക്കാതിരിക്കുക. ഓക്കെ, ഒരു 2 to 3 മോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം അനലൈസ് ചെയ്യാനുള്ള ടൈം കിട്ടുകയില്ല. സോ എന്ത് ചെയ്യുക, ഈ മോക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു അനാലിസിസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എടുക്കുന്ന മോക്കിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകണ്ട. ആ ഒരു കൺസെപ്റ്റ് ഞാൻ പഠിച്ചതല്ലല്ലോ എന്ന് ഓർക്കണ്ട. പഠിച്ചത് മാത്രം റിവൈസ് ചെയ്യുക. കൂടുതലൊന്നും പഠിക്കാനുള്ള ടൈം നമുക്കിപ്പോൾ ഇല്ല. സോ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓവറായിട്ട് ആങ്ഷ്യസ് ആവുകയാണെങ്കിൽ പഠിച്ചത് കൂടി ഇല്ലാതാവുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളെ നല്ല തറവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി മൈൻഡിനെ അങ്ങനെ ആക്കിക്കൊണ്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ദെൻ എന്താണ്, നല്ല ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് എക്സാം ഹാളിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല മൈൻഡിനെ നല്ല റിലാക്സ് ആക്കാൻ പറ്റും. ദെൻ ഈ 4th-ലും 5th-ലും ഒക്കെ എക്സാം ഉള്ളവർക്ക് സെക്കൻഡ് ഡേയിലും ഒക്കെ എക്സാം നടന്നവരുടെ മോക്കുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഈ അനാലിസിസ് വീഡിയോസും അങ്ങനെ ഓവർ എക്സാജറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ കാണാതിരിക്കുക. ഓക്കെ, കൂടുതൽ നെഗറ്റീവ്സ് കാണുമ്പോൾ നമുക്ക് മൈൻഡ് നെഗറ്റീവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതലും ലൈവ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ മൈൻഡിനെ ഒത്തിരി കൺഫ്യൂസിങ് ആക്കാതെ റിലാക്സ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പോൾ എക്സാം ഉള്ളവർ 4-ാം തീയതിയൊക്കെ എക്സാം ഉള്ളവർ, സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ളവർ ഫസ്റ്റ് ഷിഫ്റ്റുകാരുടെ അനാലിസിസ് കണ്ടിട്ട് അയ്യോ എൻ്റെ എക്സാം പാടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് പാടുള്ള ഷിഫ്റ്റാണ്, അങ്ങനെയൊന്നും ഓവർ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ടഫാണെങ്കിൽ ആ ഒരു ടഫ്നെസ് ബാക്കിയുള്ള ആസ്പിറൻസിനും ഉണ്ട്. ഓക്കെ, ഒരാൾക്ക് മാത്രമല്ല എക്സാം ടഫ് ആവുന്നത്. സോ നോർമലൈസേഷനും അതുപോലെ അതിൻ്റെ റോൾ പ്ലേ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ആ ഒരു നമ്മളുടെ മൈൻഡിൻ്റെ ആ ഒരു കാംനെസ് കളയരുത്. സോ ഇത്രയുമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.